നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ കോടതി സമുച്ചയത്തിൽ കയറിയ പാമ്പ് ആളുകളെ വട്ടം കറക്കിയത് ഈ അടുത്താണ്. പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിൽ നിന്ന് ജീവനക്കാരെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പൂയപ്പള്ളിയിലാകട്ടെ മീൻ പിടിക്കാനായി സ്ഥാപിച്ച വലയിൽ കുടുങ്ങിയത് 8 അടി മൂർഖൻ. കോതമംഗലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാജവെമ്പാല വീടിനകത്ത് കയറുന്ന എത്രയോ സംഭവങ്ങൾ അടുത്തിടെ ഉണ്ടായി. എന്തിന് ഇ കൊമേഴ്സ് സൈറ്റിൽ നിന്ന് ലഭിച്ച പാഴ്സലിൽ വരെ പാമ്പ് കയറിക്കൂടുന്ന സ്ഥിതിയുണ്ട്. ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ എന്തെന്ന് പരിശോധിക്കുകയാണ് ന്യൂസ് ഈവനിംഗ് ഇന്ന്. അപകടം പതിയിരിക്കുന്നു. നമ്മളൊപ്പം ഇപ്പോൾ ചേരുന്നത് ശ്രീ വാവ സുരേഷാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കും. ശ്രീ വാവ സുരേഷ്, ഒട്ടേറെ സംഭവങ്ങളെ അടുത്തിടെ ഉണ്ടാകുന്നുണ്ട്. താങ്കൾ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നതാണല്ലോ. ഈ അടുത്തിടെ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന എന്തെങ്കിലും പ്രത്യേക ഒരു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണോ ശ്രീ വാവ സുരേഷ് ഇങ്ങനെ? ഇല്ല, എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഈ നമ്മുടെ ലൈവ് ഇരിക്കുന്നതിന് മുന്നേ ഇന്ന് ഏകദേശം 11ഓളം കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞോളൂ ശ്രീ വാവ സുരേഷ്. 11ഓളം കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എൻ്റെ യാത്രക്കിടയിൽ ഇന്ന് ഏകദേശം 2 വണ്ടിക്കകത്തുനിന്ന് പാമ്പിനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ പരിസരം വൃത്തിയാക്കാതെ സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് മറ്റ് പല സാഹചര്യങ്ങളിലും പാമ്പിനെ പിടിക്കുന്ന സാഹചര്യം ചില ആൾക്കാർ പരമ്പര പോകുന്ന വഴിക്ക് പറമ്പിലേക്ക് ഒഴിവാക്കി പോകുന്നതായിട്ട് ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അപകടം വിലയ്ക്ക് വാങ്ങലാകും. അങ്ങനെയാണ് കൂടുതൽ പാമ്പിനെ കാണുന്നത്. പിന്നെ ഈ വണ്ടികൾ, കാറൊക്കെ പാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കാണാൻ കഴിയുന്നത് വല്ല കാട് കയറി കിടക്കുന്ന സ്ഥലത്ത്, അതുപോലെ നമ്മുടെ പല ഷോറൂമിൻ്റെയും പുതിയ വണ്ടികൾ കൊണ്ടിടുന്നതെല്ലാം കാട് കയറി കിടക്കുന്ന പറമ്പിലാണ്. അപ്പോൾ ഈ പുതിയ കാറൊക്കെ വാങ്ങി വരുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ 1, 2, 3 പാമ്പ് കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുവരുമ്പോഴോ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോഴോ അവിടെ ഇറങ്ങിയിട്ട് അടുത്തുള്ള വീടുകളിലേക്ക് പോകാം. അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പിന്നെ വീട്ടിനകത്ത് കയറി നമ്മൾ വീട്ടിൻ്റെ പരിസരം വൃത്തിയാക്കാതെ ഇടുന്നത് കൊണ്ടും, പിന്നെ പാറ ചപ്പ് ചവറൊക്കെ കൂട്ടിയിടുന്നു. അതുപോലെ നമ്മൾ സന്ധ്യ സമയത്ത് വീട്ടിൻ്റെ വാതിലുകൾ തുറന്നിട്ട് കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്തൊക്കെയാണ് ഇപ്പോൾ പേടിച്ചിട്ട് വീട്ടിനകത്തേക്ക് ഇരുട്ടായ സ്ഥലത്തേക്ക് വന്ന് പതുങ്ങുന്നത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് എന്താ പറയുക, ഭക്ഷണം തേടി അല്ല. ഇപ്പം നമുക്കറിയാം, നവംബർ, ഡിസംബർ, ജനുവരി പകുതി വരെ മുട്ടയിടുന്ന ഇണചേരുന്ന സമയമാണ്. ആ ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച് മുട്ടയിടുന്ന സമയം, മാർച്ച് അവസാനം ഏപ്രിൽ, മെയ് മുട്ട വിരിയുന്ന സമയം. ഈ സമയത്തൊക്കെ മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ പല സ്ഥലത്തേക്ക് തെന്നിപ്പോവുകയും, അതുപോലെ അണലി പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ പല സ്ഥലത്തേക്ക് സഞ്ചരിച്ച് പോകുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് ഇപ്പോൾ നമ്മൾ ഒരു ഷൂവോ അല്ലെങ്കിൽ ചപ്പലോ ഒക്കെ വെച്ചിരുന്ന അതിനകത്ത് കയറിയിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വിറക് കൂട്ടി വയ്ക്കുമ്പോൾ അതിനകത്ത് ഇരിക്കുക. പിന്നെ ചെടിച്ചട്ടികൾ ഇങ്ങനെ വീട്ടിൻ്റെ പരിസരത്ത് കൂടി അടുപ്പിച്ചടുപ്പിച്ച് ചെടിച്ചട്ടി വെക്കുന്നത് അപകടമാണ്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും ചെടി വെച്ചിട്ട് ചെടിയുടെ ഹൈറ്റ് നമ്മളെ ജനലിൻ്റെ ഹൈറ്റിലേക്ക്, ആ ജനൽ തുറന്നു വയ്ക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റിലേക്ക് ചെടി പടർത്തി വെക്കുന്നു. ആ ചെടിയിൽ കൂടെ കയറി വീട്ടിനകത്തേക്ക് ഇറങ്ങാം. നമുക്ക് ഇന്നലെ തന്നെ മലപ്പുറത്തൊരു അമ്മ വിറവെടുക്കുന്നതിനിടയിലാണ് പാമ്പ് പിടിയിട്ട് മരണപ്പെട്ടത്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഈ വർഷം 40ഓളം മരണങ്ങളായി. ഏകദേശം 10,000-ന് മേളിൽ കടികളുണ്ട് നമ്മുടെ കേരളം. ഇന്ന് ഞാൻ ഈ ലൈവിൽ ഇരിക്കുന്നതിന് മുന്നേ എൻ്റെ മൊബൈലിലേക്ക് നമുക്ക് കോട്ടയം, പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെടെ ഏകദേശം 30 കടികളുടെ മെസ്സേജുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ പാമ്പിനെ പിടിക്കുന്ന ലൈവ് നമുക്ക് കാണാം. ഒരു കാട്ടിനകത്തു നിന്നാണ് പിടിക്കുന്നത്, ഒരിക്കലും വീട്ടിൻ്റെ പരിസരത്ത് നിന്നല്ല. ഇപ്പോൾ കൂടുതലും കാണുന്നത് ക്രിയേറ്റീവ് വീഡിയോകളാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറേ ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഓടുന്ന ഒരു വീഡിയോ, ഒരു വലിയ വീട്ടിൻ്റെ നടുക്ക്, ഒരു ഹോളിൻ്റെ നടുക്ക് കറങ്ങുന്ന ഫാനിൽ ഒരു വലിയ മൂർഖൻ പാമ്പിരിക്കുന്നു. ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മൂർഖൻ പാമ്പിരിക്കുന്നു. അത് കഴിഞ്ഞ് പല സ്ഥലത്ത് വീട്ടിനകത്തൊക്കെ കുറേയൊക്കെ ക്രിയേറ്റീവ് വീഡിയോകളാണ് ജനങ്ങളെ പേടിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു ആക്റ്റീവയ്ക്കകത്തുനിന്ന് ഒരു പെരുമ്പാമ്പിൻ്റെ കുഞ്ഞിനെ എടുക്കുന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ആക്റ്റീവയുടെ സീറ്റ് ലോക്ക് ചെയ്ത സീറ്റിനകത്ത് ഒരിക്കലും ഒരു പെരുമ്പാമ്പിൻ്റെ കുഞ്ഞിന് ഇറങ്ങിപ്പോകാൻ പറ്റുകയില്ല. കാരണം നല്ല ടൈറ്റായിട്ട് ലോക്കായിരുന്നൊരു സീറ്റാണ്. അപ്പോൾ ഇതൊക്കെ കുറേ ക്രിയേറ്റീവ് വീഡിയോ ആണ് കുറേയൊക്കെ കിടന്നു ഓടുന്നത്. അതാണ് ജനങ്ങളെ പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ കാണിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ പാമ്പ് പണ്ടും ഉണ്ടായിരുന്നു. ഇന്ന് പാമ്പിനെ പിടുത്തക്കാരുടെ എണ്ണം കൂടി. പാമ്പ് പിടുത്തക്കാരുടെ എണ്ണം കൂടിയപ്പോൾ കുറച്ച് സോഷ്യൽ മീഡിയ കൂടിയപ്പോൾ ആ വീഡിയോകളിങ്ങനെ വരുന്നത് കൊണ്ടാണ് ഒരുപാട് പാമ്പ് കൂടിയെന്നും പാമ്പ് വർദ്ധിച്ചതായിട്ടൊക്കെ നമുക്ക് തോന്നുന്നത്. സാധാരണഗതിയിൽ പണ്ടൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ തല്ലിക്കൊല്ലുമായിരുന്നു. ഇപ്പോൾ പിന്നെ തല്ലിക്കൊല്ലൽ ഒഴിവായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല, എന്നാലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മീഡിയയുടെ ഒരു എന്താ പറയുക, വരുന്ന വീഡിയോകളാണ് നമ്മുടെ ജനങ്ങൾ ഒത്തിരി പാമ്പുകൾ കൂടിയതായിട്ട് കാണുന്നത്. അല്ല, പാമ്പിൻ്റെ പെരുക്കം ഉണ്ടായിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് കൊറോണ സമയത്ത് കുറച്ച് പാമ്പ് കൂടിയിരിക്കാം. ഇപ്പോൾ പറമ്പും പരിസരവും വൃത്തിയില്ലാതെ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവ നമ്മുടെ വീട്ടിനകത്തേക്ക് കടന്നു വരുന്നത്. പിന്നെ നമ്മളറിയാം, നമ്മൾ പല വീടുകളുടെയും ഫ്രണ്ടിലത്തെയും പുറകിലത്തെയും വാതിലിൻ്റെ അടിവശം എപ്പോഴും പടി ഉണ്ടാവുകയില്ല. പണ്ട് നമ്മളൊരു അടപ്പുണ്ടായിരുന്നു, താഴെ ഒരു പടി ഉണ്ടാവും. ഇപ്പോൾ അതില്ല. അപ്പോൾ അതിനകത്തൂടെയൊക്കെ പാമ്പിനെ വീട്ടിനകത്ത് കയറാൻ പറ്റും. ഇന്ന് ഞാൻ വീട്ടിനകത്ത് നിന്ന് ഒരു വീട്ടിൽ 2ാമത്തെ നിലയിൽ നിന്ന് ഞാനൊരു ചുവർ പാമ്പിനെ എടുത്തു. 2ാമത്തെ
രണ്ടാമത്തെ നിലയിൽ നിന്ന്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അപൂർവങ്ങളിലൊന്നും അല്ല, ഇതൊക്കെ സ്ഥിരം കാണുന്നുണ്ട്, സ്ഥിരം കിട്ടുന്നുണ്ട്. പക്ഷേ ആരും അറിയുന്നില്ല. അവർ കണ്ടാൽ അവരപ്പോഴും തല്ലിക്കൊന്ന് അടുത്ത പറമ്പിലേക്ക് അങ്ങ് കളയുന്നുണ്ട്. അതുകൊണ്ടാണ് ആരും അറിയാതെ പോകുന്നത്. ഇപ്പം കടികളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് കൂടുതലായിട്ട് വാർത്തയായി വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് കേരളത്തിൽ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർക്ക് തന്നെ 16 പേർക്ക് കടി കിട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ ആലപ്പുഴയിൽ പാമ്പിനെ പിടിക്കുന്ന ചെറുപ്പക്കാരന് കടി കിട്ടുമല്ലോ, 16 പേർക്ക് കടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കടിയുടെ എണ്ണം വളരെ കൂടുന്നുണ്ട്. അതിന് കാരണം പരിസരം വൃത്തിയില്ലാതാവുന്നത് കൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഒരുപാട് ഇപ്പം നമുക്കറിയാം, നമ്മുടെ ചെറിയൻകീഴ് പെരുങ്കുഴി ഭാഗത്തൊന്നും പെരുമ്പാമ്പില്ലായിരുന്നു. ഇപ്പം എൻ്റെ ഓർമ്മയിൽ എൻ്റെ 35 വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ പെരുമ്പാമ്പ് വളരെ അപൂർവമായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ മലവെള്ളത്തിൽ നിന്നും ഒരിക്കലും വരാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് ഈ അടുത്ത കാലത്ത് 2-3 സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ളൊരു ഒരാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, രാത്രി 2 മണിക്ക് ആരോ പാമ്പിനെ പിടിക്കുന്ന ഒരാൾ ഒരു ചാക്കിൽ 8-9 പാമ്പിനെ കൊണ്ട് അവരെ വീടിൻ്റെ പരിസരത്ത് തുറന്നു വിട്ടു എന്നൊരു ഇത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് കരിക്കാവൻ ക്ഷേത്രത്തിനടുത്ത് ഒരാൾ പാമ്പിനെ ഇങ്ങനെ ചാക്കിൽ കൊണ്ട് തുറന്നു വിട്ടായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചേരയായിരിക്കും തുറന്നു വിടുന്നത്. പക്ഷേ കാണുന്നവർ വിചാരിക്കും ഇത് രാജവും പാമ്പ് മൂർഖനും അണിയെ കൊണ്ട് തുറന്നു വിടുന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നു ഇവർ കൊണ്ട് തുറന്നു വിട്ടത് കൊണ്ടായിരിക്കാം നമ്മളെ വീട്ടിലേക്ക് കയറിയത്, കടി കിട്ടുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമല്ല. പരിസരം വൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള ജലസ്രോതസ്സുകളൊക്കെ വൃത്തിയില്ലാതെ കിടക്കുന്നത് കൊണ്ടാണ് പാമ്പിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത്. അത് നമ്മുടെ വീടിനകത്തേക്ക് കയറി. പെരുമ്പാമ്പ് രാജവെമ്പാല വീടിനകത്ത് ഇരുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഞാനൊക്കെ എനിക്ക് വന്ന് എൻ്റെ 237 രാജവെമ്പാല ഞാൻ പിടികൂടിയിൽ ഒരു 60 എണ്ണം വീട്ടിനകത്തു നിന്നാണ് പിടികൂടിയത്. പത്തനംതിട്ടയായിരുന്നാലും നമ്മുടെ തിരുവനന്തപുരത്ത് ഇടിഞ്ഞാറിലായിരുന്നാലും ഒക്കെ വീട്ടിനകത്ത് നിന്നാണ് പിടികൂടിയത്. അതൊരു അത്ഭുത സംഭവമൊന്നുമല്ല. ഇത് സ്ഥിരം വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല. ഇത് പുതിയതായിട്ട് കുറേ ക്രിയേറ്റീവ് വീഡിയോ ആണ് ജനങ്ങളെ പേടിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ വാവ സുരേഷ്, അപ്പോൾ ഈ രാജവെമ്പാലയ്ക്കൊക്കെ സ്വാഭാവികമായൊരു ആവാസ വ്യവസ്ഥയുള്ളതാണല്ലോ. അത് കഴിഞ്ഞുകൂടുന്ന കാട് എന്നൊക്കെ പറയുന്ന പ്രത്യേകതയുള്ളതാണല്ലോ. നിത്യഹരിത വനങ്ങൾ, തണുപ്പ് വേണം, ആ നിലയ്ക്കൊക്കെ കഴിഞ്ഞുകൂടുന്ന ഇടങ്ങളാണല്ലോ. അതൊക്കെ പുറത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റെന്തെങ്കിലും കൂടി സൂചനയാണോ ശ്രീ വാവ സുരേഷ്? നമ്മളിപ്പോൾ ഈ കോതമംഗലം അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ കാണുന്നതാണല്ലോ. അല്ല, കോതമംഗലത്തൊക്കെ ഒത്തിരി എൻ്റെ പ്രിയപ്പെട്ട മാർട്ടിൻ മേക്കമാലിലൊക്കെ 150 രാജവെമ്പാലയൊക്കെ മറ്റേ പിടിച്ചിട്ടുണ്ട് ആ ഏരിയയിൽ നിന്നൊക്കെ. അപ്പോൾ പാമ്പ് ഇത് രാജവെമ്പാല അത്ഭുതമൊന്നുമല്ല. അവർക്ക് കാട്ടിൽ തീറ്റ കിട്ടാതെ വരുമ്പോൾ, അവർ വസിക്കുന്ന മേഖല അവർക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ അത് പുറത്തേക്ക് ഭക്ഷണം തേടി വരും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചേരയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. പക്ഷേ ഇപ്പം അതിന് സാഹചര്യമില്ല. കാരണം ഇപ്പം ഞങ്ങളൊക്കെ പിടിക്കുന്ന, ഞാനൊരു 15 വർഷമായി പിടിക്കുന്ന പാമ്പുകളെ തുറന്നു വിടുന്നത് ഗവിയിലേക്ക് പോകുന്ന റൂട്ടിലാണ്. അവിടെ നിന്നും ഒരിക്കലും പോയ പാമ്പുകൾ തിരിച്ചു വരാൻ സാധ്യതയില്ല. അതുപോലെ ഉൾക്കാടുകളിൽ രാജവെമ്പാല റിലീസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മറ്റു മൂർഖനെയോ അല്ലെങ്കിൽ അണലിയോ അല്ലെങ്കിൽ നമ്മുടെ പെരുമ്പാമ്പൊക്കെ കൊണ്ട് ആ ഭാഗത്ത് വിട്ട് കഴിഞ്ഞാൽ അവയുടെ പുറത്തേക്കുള്ള സാന്നിധ്യം കുറയും. ഇത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഉള്ളിലേക്ക് കൊണ്ട് റിലീസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഒരു സ്ഥലത്ത് തന്നെ റിലീസ് ചെയ്യാനും സാധ്യത. ഇപ്പോൾ നമുക്ക് കുളത്തുപുഴ കട്ടളപ്പാറ എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കട്ടളപ്പാറയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ കൊല്ലം ജില്ലയിൽ മുഴുവനും വസിക്കുന്ന പാമ്പുകളെ പിടിച്ച് കാട്ടിക്കൊണ്ടിടുമ്പോൾ ഇവയ്ക്ക് എന്ത് ചെയ്യും? അവർക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ അവ അടുത്തുള്ള വീട്ടിലേക്കും അടുത്തുള്ള പറമ്പിലേക്കൊക്കെ വരും. അങ്ങനെയാണ് കൂടുതലും. ഒരു സ്ഥലത്ത് ഉള്ളിലേക്ക് പോകാത്തത് കൊണ്ടാണ് കൂടുതലും വീണ്ടും തിരിച്ചു വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ശ്രീ വാവ സുരേഷ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സോഷ്യൽ മീഡിയ സജീവമായതിനു ശേഷം ഇത്തരത്തിൽ ഒട്ടേറെ ദൃശ്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാജവെമ്പാലയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ പിന്നാലെ ഓടുന്നത് പോലെയുള്ള ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ ഇത്തരത്തിൽ പാമ്പുകളെ പിടിക്കുന്ന അത്തരമൊരു ബോധവൽക്കരണ നിലയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ, ശ്രീ വാവ സുരേഷ്? ഇല്ല. ഇപ്പം നമ്മളൊരു പാമ്പിനെ പിടിക്കാൻ ശാസ്ത്രീയതൊന്നും യഥാർത്ഥ രീതിയിലില്ല. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു വീട്ടിലൊരു പാമ്പേറെ ഉടയം തന്നെ പിടികൂടിയാൽ എങ്ങനെയെങ്കിലും പിടികൂടി അടുത്ത പറമ്പിലേക്ക് കളയുക, എവിടെയെങ്കിലും കൊണ്ട് തുറന്നു വിടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ കാണുന്നത്, ഒരു 90% കാണുന്നത്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജനങ്ങൾ പേടിച്ചിട്ട് ഇപ്പോൾ തല്ലിക്കൊല്ലുന്ന ഒരു പ്രവണതയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ഒരു 7ഓളം പാമ്പുകളുടെ കേസ് തല്ലിക്കൊന്നായിട്ട്. ഇപ്പോൾ പാമ്പിനെ പിടുത്തക്കാരെ വിളിക്കാതെ അവർ പെട്ടെന്ന് പേടിച്ച് തല്ലിക്കൊല്ലുന്നു. പിന്നെ പിടികൂടുന്ന പാമ്പുകളെ കാട്ടിലേക്ക് കൊണ്ട് വിടുന്നതിൻ്റെ ഉള്ളിലേക്ക് വിട്ടാൽ കുറച്ചുകൂടെ പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താ പറയുക, ഇവയൊക്കെ നാട്ടിൽ നിന്ന് പിടിച്ച് ഇപ്പോൾ വനമുള്ള പാമ്പുകളൊക്കെ പിടിച്ച് നാട്ടിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. അപ്പോൾ ചേരവരെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്താ പറയുക, വനം വകുപ്പിനോ അല്ലെങ്കിൽ പാമ്പിനെ പിടിക്കാൻ ആൾക്കാർക്ക് സ്വസ്ഥത കൊടുക്കാറില്ല. അവനെ എങ്ങനെയെങ്കിലും പിടിച്ച് കൊണ്ട് കാട്ടിലേക്ക് കൊണ്ട് തുറന്നു വിടണം എന്നുള്ള പ്രവണതയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത്രയും വാർത്തകളിലേക്ക് നിറയും. ഇപ്പോൾ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ ഒത്തിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് ഇത്രയും ഇല്ലായിരുന്നെങ്കിൽ തന്നെയും ഒരു ഭീകര ജീവി അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊരു വലിയ സംഭവമായി മാറി. അതുകൊണ്ടാണ് ഇത്രയും സോഷ്യൽ മീഡിയ വാർത്തകൾ വരുന്നതുകൊണ്ട് ജനങ്ങൾ പേടിക്കുന്നു. അല്ലാതെ ഇതിൽ ഒരു വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. താങ്കൾ ദയവായി തുടരുക ശ്രീ വാവ സുരേഷ്. നമ്മോടൊപ്പം ഇപ്പോൾ ശ്രീ അരുൺലാൽ പ്രകാശ് കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം സ്നേക്സ് ആൻഡ് വൈൽഡ് ആനിമൽസ് റെസ്ക്യൂ അസോസിയേഷന്റെ പ്രതിനിധിയാണ്. ശ്രീ അരുൺലാൽ പ്രകാശ്, ഇപ്പോൾ അടുത്തിടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ ശ്രീ വാവ സുരേഷ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാമ്പുകളെ നമ്മൾ വീടിനകത്ത് കാണുന്നു, കോടതി സമുച്ചയത്തിനകത്ത് കാണുന്നു, അങ്ങനെ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ സംഭവങ്ങളെ കാണുന്നത്? നമ്മള് കേൾക്കാവോ? ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാൻ പറഞ്ഞോളൂ.
അതായത് നമ്മളിപ്പോ പൊതുവെ പാമ്പുകളുടെ ഇത് എനിക്ക് തോന്നുന്നത് ഞാനൊരു റെസ്ക്യൂർ ആണ്, വൈൽഡ് ലൈഫിന്റെ ലൈസൻസ്ഡ് റെസ്ക്യൂർ ആണ്. അപ്പൊ ഈ പാമ്പുകളുടെ ഇപ്പൊ കൂടിയത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ആദ്യത്തെ പ്രളയം വന്നിരുന്നില്ലേ? പ്രളയത്തിന് ശേഷമാണ് കോഴിക്കോടൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ എന്താ പറയാ സാധാരണമായിട്ട് പൈത്തൻസിനെ, പെരുമ്പാമ്പുകളെ കാണാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതൊന്നും അതൊക്കെ നമ്മൾ കാണാതെയും ഒക്കെ ഹൈഡ് ചെയ്തിട്ടൊക്കെ പല സ്ഥലങ്ങളിലും നിന്നിരുന്ന ജീവികളെ നമ്മൾ ആ പ്രളയത്തോടു കൂടി തന്നെ അതിന്റെ ആ ഭൂമി ശാസ്ത്രപരമായിട്ടുള്ള ആ കിടപ്പും കാര്യങ്ങളൊക്കെ വളരെ മാറി. അതിനെ ഹൈഡ് ചെയ്യാനുള്ള സ്ഥലങ്ങളില്ല. നോർമലി നമ്മൾ മനുഷ്യൻ തന്നെ കയ്യേറിയിട്ട് ഇവറ്റകളുടെ ആവാസ വ്യവസ്ഥ കയ്യേറി നമ്മൾ താമസമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നോർമലി ഉണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രളയത്തോട് കൂടിയിട്ട് പിന്നെ വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ഹൈഡ് ചെയ്യാനോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറി, അതോടൊപ്പം വെള്ളത്തിലും കുത്തൊഴുക്കിലും മണ്ണൊക്കെ കയറിയിട്ട് അതിന് ഹൈഡ് ഔട്ട്സുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ഏറ്റവും കൂടുതൽ ഇപ്പൊ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ കനോലി കനാലിന്റെ സൈഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു പൈത്തനെ കാണാതെ ഇരിക്കാൻ തരയില്ല. കാരണം അത്രയും അധികം പൈത്തൻസിനെ കനോലി കനാലിനുള്ളിലും ഒക്കെ ആയിട്ട് വരാം. പിന്നെ ഒഴുക്കുള്ള വെള്ളമാകുമ്പോൾ ഏത് ഭാഗത്ത് വീണാലും അതിൽ കാണാവുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ഇതില് ഇപ്പൊ പാമ്പുകളെ കുറിച്ചിട്ടുള്ള പേടി കൂടുതലായിട്ട് ഇപ്പൊ റെസ്ക്യൂർ വന്നെന്ന് അദ്ദേഹം സുരേഷ് പറഞ്ഞത് ഞാൻ കേട്ടു. പക്ഷെ അതിൽ എനിക്കൊരു എതിരഭിപ്രായം ഉള്ളത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാമ്പുകളെ ഇപ്പം സർപ്പ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് വനം വകുപ്പിനുണ്ട്. ഈ സർപ്പയ്ക്ക് ഞാൻ നോർമലി ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു പ്രോബ്ലംസ് പറയുമ്പോൾ നമുക്ക് കോള് വരുന്ന സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, ഈ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ ഈ റെസിഡൻസിന്റെ ഗ്രൂപ്പിലും മറ്റൊക്കെ ഷെയർ ചെയ്യുന്ന ഈ ആളുകളുടെ നമ്പർ തപ്പിപ്പിടിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിലും ഒക്കെ സർപ്പ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്നേക്ക് മാത്രം കൊടുത്താൽ മതി. നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് ഈ ലൊക്കേഷനിലുള്ള ഏത് റെസ്ക്യൂസ് ആണ് അവർക്കൊക്കെ അതിന്റെ റിമൈൻഡ്സ് പോവുകയും അവര് ഏതെങ്കിലും ഒരാൾ ആ കേസ് അറ്റൻഡ് ചെയ്യാൻ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അവർ എത്തുന്നതും നമുക്ക് അവരുടെ നമ്പേഴ്സ് ഒക്കെ കിട്ടി അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം, അവരതിനെ പിടിക്കും, റിലീസ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാമ്പുകളെ കൂടുതൽ കൊല്ലുന്നത്. ഇന്ന് ഫോറസ്റ്റിന്റെ സർപ്പ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകളല്ല, ഇത് തികച്ചും സൗജന്യ സേവനമാണ് കേട്ടോ. അപ്പൊ വളണ്ടിയേഴ്സ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും വാങ്ങുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ബോധവൽക്കരണ ക്ലാസ്സും കൂടെ നിർബന്ധമായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞത് ഇപ്പൊ ഒരു ചാനൽ പരിപാടി ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു സ്ഥലത്ത് റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞാലും പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് അവരുടെ ഡീറ്റെയിൽ കളക്ട് ചെയ്ത് ഉടനെ തന്നെ തിരിച്ചു പോരുകയല്ല ചെയ്യുന്നത്. കാരണം ആ വീടുകളിൽ ഇപ്പൊ നോർമലി അറിയാലോ, ഒരു പാമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത വീടും ആ പ്രദേശത്തിൽ ഒരുപാട് ആളുകൾ തടിച്ചു കൂടുന്ന സമയത്ത് അവിടെ ഒരു ബോധവൽക്കരണ ക്ലാസ്, വളരെ ചെറിയ രീതിയിലുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുന്നത്. അതിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നോർമലി ആളുകൾക്ക് വീടുകളിൽ പാമ്പ് വരുന്നതിന്റെ ഒരു റീസൺ, ആളുകൾ ഭക്ഷണ അവശിഷ്ടങ്ങൾ എപ്പോഴും വീടിന്റെ ഏതെങ്കിലും ഒരു പറമ്പിനകത്ത്, നമ്മുടെ കമ്പൗണ്ടിനകത്ത് ഏതൊരു മൂലയിൽ അലക്ഷ്യമായിട്ട് രാത്രി വലിച്ചെറിയാണ് ചെയ്യുക. നമുക്കറിയാം ഈ എലികൾ ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിക്കാൻ എന്തായാലും അവിടെ എത്തും. നോർമലി ഒരു മാതിരിപ്പെട്ട പാമ്പുകൾക്കൊക്കെ ഇഷ്ടം ഭക്ഷണമാണ് എലി. അപ്പൊ ഇത് ആ പറമ്പിന്റെ പ്രദേശത്തൊക്കെ ഉള്ള സാധനത്ത് അറിയാം, അതിന്റെ സെൻസറി ഓർഗൻ എന്ന് പറഞ്ഞാൽ നാക്കാണ്. നമുക്ക് അതിനെ സെൻസ് ചെയ്ത് അതിന്റെ ഇര കിട്ടുന്ന സാഹചര്യം അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ പാമ്പുകൾ എങ്ങനെയെങ്കിലും നമ്മുടെ ആ ഭാഗത്തുള്ള എലികൾ പിടിക്കാനാണ് അവർ വരുന്നതെങ്കിലും ഫലത്തിൽ നമുക്കതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരത്തിൽ പാമ്പുകൾ നമ്മുടെ നാട്ടുകളിൽ വീടിന്റെ കമ്പൗണ്ടിനകത്ത് എത്തുകയും രണ്ടാമത് വീട്ടുകാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാമ്പിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പാമ്പ് നമ്മുടെ പട്ടിക്കുട്ടിയും പൂച്ചയും പോലെ ഒരു വഴിയിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ വഴിയുടെ സെന്ററിലൂടെ അങ്ങ് പോകുന്ന ഒരു ജീവിയല്ല പാമ്പ്. പാമ്പ് എപ്പോഴും നേരെ സൈഡിലേക്ക് പോയിട്ട് മതിലോ മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് തട്ടിക്കൊണ്ട് അതിനോട് ഓരം ചേർന്ന് പോകുന്ന ഒരു ജീവിയാണ്. ഇപ്പൊ വീടുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വീടുകളിലൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ മതിലിനോട് ചേർന്നിട്ടും വീടിന്റെ തറയോട് ചേർന്നിട്ടൊക്കെ ചെടിച്ചട്ടികളും വിറകുകള്, വേണ്ടാത്ത ബ്രിക്കുകൾ ഇങ്ങനെയൊക്കെ അട്ടിക്ക് ഡംപ് ചെയ്തിട്ടിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പൊ പാമ്പ് അവിടെ ഇര പിടിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പാമ്പിന് അവിടെ ഈ ചരിഞ്ഞിട്ട് ഈ ഓരം ചേർന്ന് പോകുന്ന സമയത്ത് അവിടെ ഒളിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ആ പാമ്പ് അതിൽ ഒളിക്കുകയും നമ്മൾ അതിനകത്ത് വിറകോ മറ്റോ എടുക്കാൻ പോകുന്ന സമയത്ത് അതിന് അപകടം, ആ ജീവന്റെ പേടി കൊണ്ട് ഉണ്ടാകുന്ന ബൈറ്റുകളാണ് ഉണ്ടാവുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മുടെ പ്രദേശം നമ്മൾ ക്ലിയർ ആക്കി വെച്ചാൽ ഇതൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഇപ്പം സർപ്പ വോളണ്ടിയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഓരോരുത്തർ ഈ വളണ്ടിയർ ആയിട്ട് ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള സർവീസിനോട് താല്പര്യപ്പെടുന്നവർ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ കൊടുക്കുന്നത്, ഇനി അഥവാ കൊടുക്കാത്തവരുണ്ടെങ്കിലും ഈ വീടുകളിൽ തന്നെ ഇത്തരം ബോധവൽക്കരണം കൊടുക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. കാരണം എല്ലാ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ പാമ്പ് എന്ന് പറഞ്ഞ ജീവി കടിച്ചാൽ മരിക്കും, പാമ്പ് നമ്മളോട് അത്രയും
ഒരു ഭീകര ഒരു ഇതാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് പല സമയത്തും ഒരുപാട് കാലമായിട്ട്. ഇപ്പോഴങ്ങനെയല്ല. പാമ്പുകൾ 120-ലധികം പാമ്പുകൾ കേരളത്തിലുണ്ടെങ്കിലും ഒരു 5 കടൽപ്പാമ്പിനും 5 കരയിലുള്ള പാമ്പുകൾ മാത്രമേ കടിച്ചാൽ വിഷമുള്ളൂ എന്നുള്ള ബോധം ഇപ്പം വളരെ കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ വരെ എത്തിയിട്ടുള്ളതിന് കാരണം ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങളും നമുക്കിപ്പം സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പല പല വീഡിയോസുകൾ ഇങ്ങനെ റെസ്ക്യൂ ചെയ്യുന്ന ആളുകളുടെ വീഡിയോസും അവരുടെ ടോക്കും ഒക്കെ മനസ്സിലാക്കിയിട്ട് ആളുകൾക്ക് അറിയുന്നതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പേടി മാറിയിട്ടുണ്ട്. പലരും അവര് തന്നെ എടുത്ത് റെസ്ക്യൂ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരിക്കലും ഇപ്പൊ സുരേഷ് പലരും പറയുന്ന ആളുകൾക്കുള്ള പേടി മാറിയെന്ന്. ഞാൻ പറയുന്ന ഒരു അഭിപ്രായം ഇതിനെതിരാണ്. കാരണം ആളുകളുടെ പേടി മാറ്റിയിട്ട് അതിനെ അടുത്തേക്ക് ഫ്രണ്ട്ലി ആക്കേണ്ട വിഷയമല്ല പാമ്പ്. കാരണം ഒരു എക്സ്പീരിയൻസ്ഡ് റെസ്ക്യൂവർ അല്ലെങ്കിൽ ഓഫിയോളജിയെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് ഏതൊരു പാമ്പിനെ കണ്ടാലും വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ നമുക്ക്. അല്ലാത്ത ആളുകൾക്കൊക്കെ വെള്ളിക്കെട്ടനാണെന്ന് പറഞ്ഞ വുൾഫ് സ്നേഹിക്കിനെ തല്ലിക്കൊല്ലുന്ന ആളുകളൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് അണലിയാണെന്ന് മറ്റേ പെരുമ്പാമ്പിന്റെ കുട്ടിയോ മണ്ണൂലിയുടെ കുട്ടിയോ കണ്ടാലൊക്കെ അണലിയാണ് തെറ്റിദ്ധരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ കോസ്റ്റൽ ഏരിയയിലൊക്കെ മണ്ണൂലി മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെ ഒക്കെ മനസ്സിൽ ഒരു പരിധിവരെ ഇപ്പൊ നമുക്ക് അത് അണലിയല്ല മണ്ണൂലിയാണ്, വിഷമില്ലാത്തൊരു പാവത്താനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ഒക്കെ ഈ ഒരു അടയാളം ആ പാച്ചസ് കാണുന്ന സമയത്ത് അണലിയാന്ന് ധരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ബോധവൽക്കരണത്തിൽ നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതിന്റെ സ്കെയിൽസോ അല്ലെങ്കിൽ അതിന്റെ പാറ്റേൺസ് ഒക്കെ കണ്ടിട്ടും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നോർമലി ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ എങ്ങനെ ബോധവൽക്കരണം ചെയ്താൽ അവർക്ക് തെറ്റിദ്ധരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ ഏതൊരു പാമ്പിനെ കാണുവാണെങ്കിലും അതൊരു വിഷമുള്ള പാമ്പാണ് എന്നുള്ള ബോധത്തോടു കൂടി മാത്രമേ അതിനെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. അതിൽ നിന്ന് ഒരു 1.5-2 മീറ്റർ ബോധവൽക്കരണത്തിന്റെ ആവശ്യകതയെ ഡിസ്റ്റൻസിൽ കുറിച്ചാണ് മാത്രമേ പറയുന്നത്. ശ്രീ അരുൺ ലാൽ പ്രകാശ്, താങ്കൾ ദയവായി ഒന്ന് തുടരൂ. ശ്രീ വാവാ സുരേഷ്, അദ്ദേഹം പറഞ്ഞു വന്നത് ആ ബോധവൽക്കരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ സജീവമായതിനു ശേഷം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഈ സോഷ്യൽ മീഡിയ ലൈക്കിന് വേണ്ടി ഇത്തരത്തിൽ പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുന്നവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. ഇപ്പോൾ ശ്രീ അരുൺലാൽ പ്രകാശ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിനോട് താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീ വാവാ സുരേഷ്? ഒന്ന് ഇത് അരുൺ പറഞ്ഞതുപോലെ ഇതൊരു എന്താ പറയുക, ഇതൊക്കെ ഞാൻ 2006 തുടങ്ങിയ ക്ലാസ്സുകളാണ്. അവയർനെസ് ക്ലാസ്. ഇത് പുതിയതായിട്ട് സർക്കാർ കണ്ടുപിടിച്ചതോ വനംവകുപ്പുകാർ കണ്ടുപിടിച്ചതൊന്നുമല്ല. ഞാൻ 2006 ആദ്യമായിട്ട് കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ അന്നത്തെ DFO ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പുകഴേന്തി സാർ ഇരുന്ന സമയത്താണ് ആദ്യമായിട്ട് ക്ലാസ് തുടങ്ങുന്നത്. 2006 തുടങ്ങിയ ക്ലാസ്. അന്നൊന്നും ഒരു അവയർനെസ് ക്ലാസ്സുകളും ഉള്ളതായിട്ട് എനിക്കറിയില്ല. ആകപ്പെട്ടിരുന്ന വേലായും ചേട്ടൻ്റെ സർപ്പ യജ്ഞങ്ങൾ മാത്രമാണ്. പിന്നെ നമ്മുടെ പൂജപ്പുര സ്നേക്ക് പാർക്ക് അതുപോലെ സ്ഥലങ്ങൾ. പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞതിൽ എനിക്കൊരു തിരുത്തുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലായി. ഇന്ന് നേരം വെളുത്തിട്ട് ഞാൻ ഏനാത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എനിക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് അവിടെ 2-3 നമ്പർ കൊടുത്തിട്ട് ഇതുവരെ ഈ പറഞ്ഞ ആൾക്കാരൊന്നും പാമ്പ് പിടിക്കാൻ എത്തിയിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞ കേരളത്തിൽ മുഴുവനും ആൾക്കാർ ഓടി എത്തുന്നതാണ് ഇല്ല. പിന്നെ ഫ്രീ ആയിട്ട് സേവനം ചെയ്യുന്നത് പറഞ്ഞത് അരുൺലാലിൻ്റെ തെറ്റായ ധാരണയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ പല സ്ഥലത്തും കേരളത്തിൽ പാമ്പ് പിടിക്കാൻ പോകുന്ന ഈ വോളണ്ടിയേഴ്സ് പൈസ ചോദിച്ച് വാങ്ങിക്കുന്നതിൻ്റെ വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യമാണ്. കാരണം പൈസ വാങ്ങണം. കാരണം പൈസ വാങ്ങാതെ ഫ്രീ ആയിട്ട് ചെയ്യാൻ അവരാരും ഈ പാമ്പിനെ പിടിക്കാൻ നടക്കുന്ന ഈ ഡിഗ്രി എടുത്ത ഡോക്ടർമാരൊക്കെ വളരെ അപൂർവമുള്ള, അവർക്ക് സാമ്പത്തികമായിട്ട് പിന്നിൽ ഒരുപാട് സാമ്പത്തികമുണ്ട്, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പാവപ്പെട്ട കൂലിപ്പണിക്കാരായവർ പാമ്പിനെ പിടിക്കുമ്പോൾ അവർ 10-200 ചോദിച്ച് വാങ്ങിക്കുന്നതെന്നൊന്നും ഒരിക്കലും അരുൺലാലിനെ പോലുള്ളവർ ഇങ്ങനെ വന്ന് ദൃശ്യമാധ്യമത്തിന് മുന്നേ പറയരുത്. കാരണം നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ജോലി ഉണ്ടാവും, നിങ്ങളുടെ ജോലിയുടെ കീഴിലാണ് നിങ്ങൾ പോകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് വരുമാനമുണ്ട്. അപ്പോൾ അതൊരിക്കലും അവർ ഫ്രീ ആയിട്ടല്ല. ഒരു സർപ്പയിൽ 90% പേരും പൈസ ചോദിച്ചിട്ടാണ് വാങ്ങിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അത് ആവശ്യമാണ്, അത് അവരുടെ ജീവിത ഉപാധിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അതൊരു തെറ്റായ ധാരണ. ഇങ്ങനെയുള്ള ഒരു മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ പ്രചരിപ്പിക്കരുത്. ഈ ഒരു ട്രിവാൻഡ്രത്തും പല സ്ഥലത്ത് കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചോദിച്ച് വാങ്ങിച്ചതിൻ്റെ ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ വീട്ടിൽ പോയി ചോദിച്ച് 1500 രൂപ വാങ്ങിച്ചതിൻ്റെ റെക്കോർഡ് വേണമെങ്കിൽ ഞാൻ അരുൺലാലിന് അയച്ചു തരാം. അപ്പോൾ അതൊന്നും പറഞ്ഞ് ആരെയും തെറ്റിദ്ധരിപ്പിക്കരുത്. അപ്പോൾ പാമ്പിനെ പിടിക്കുന്ന ക്ലാസ്സുകൾ അവർ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ അവിടെ പോയി ആദ്യം ചെയ്യുന്നത് അവരുടെ ഭീഷണിപ്പെടുത്തുക. ട്രിവാൻഡ്രത്ത് 2-3 ഒരു പാമ്പിനെ പിടിക്കുന്ന ഒരാൾ ഈ അടുത്ത കാലത്ത് വട്ടിയൂർക്കാവിൽ ഒരു പാമ്പിനെ അവർ ബോട്ടിൽ പിടിച്ച് വെച്ചതിന് അവരെ ഇനി പറയാനൊന്നും, ഒരു ഡോക്ടറായിരുന്നു, നിങ്ങൾ എന്താ കാണിച്ചതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആലപ്പുഴയിൽ ഒരു ആൾ അതുപോലെ ഭീഷണിപ്പെടുത്തി. പിന്നെ ഇവർ പറയുന്ന സർപ്പയുടെ ഒരു വോളണ്ടിയർ ഈ ഇടയ്ക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ്, പള്ളിച്ചിലുള്ള സ്ഥലമാണ്, പുള്ളിക്ക് മലപ്പുറത്ത് ഒരു പാമ്പിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ, ഒരു ശംഖുവരേൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞത് ഇത് വൂൾഫ് സ്നേക്ക് എന്നാണ്. അപ്പോൾ തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് ആരും പഠിച്ചിട്ടാണ് ചെയ്യണമെന്ന് വിചാരിക്കരുത്. അത് എന്താ പറയുക, എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഏകദേശം 13 വയസ്സിൽ തുടങ്ങി. ഇപ്പോൾ ഏകദേശം 237 രാജഭവൻ പലപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ കണക്ക് വെച്ചുകൊണ്ട് ഇന്ന് ഞാൻ ഏകദേശം 9ഓളം കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റ് ഉള്ളവരൊക്കെ വെറും വിഡ്ഢികളും നിങ്ങളും മാത്രം ബുദ്ധിമാന്മാരാണെന്ന് പറയരുത്. അത് ശുദ്ധമായ ഒരു മണ്ടത്തരാണ്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾ നിങ്ങളുടെ വീട്ടിലൊരു ചെറിയ പാമ്പ് വന്നാൽ അതിനെ പൈപ്പിൽ കയറ്റി നിങ്ങൾക്ക് കൊണ്ട് തുറന്ന് നിങ്ങളുടെ പറമ്പിൽ അങ്ങനെ ഒരു ചേര കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു ചേരയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവർക്ക് എന്നെ സംരക്ഷിക്കാം, ഒരു കുറ്റമില്ല.
തിരിച്ചറിയണം നിർബന്ധമില്ല. പാമ്പിനെ പിടിക്കുന്ന ആൾക്ക് ഇപ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ വിദേശത്തുള്ളൊരു പാമ്പിനെ അല്ലെങ്കിൽ കേരളം വിട്ടിട്ടുള്ളൊരു പാമ്പിനെ ചിലപ്പോൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുകയില്ല. ഞാൻ ഇത്രയും വർഷം കൊണ്ട് ഈ യാത്രയിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത്, കഴിവിൻ്റെ പരമാവധി ഈ അരുൺലാൽ പറഞ്ഞതുപോലെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഒക്കെ ഇട്ടുമ്പോൾ എലിയെ പിടിക്കാൻ വരും. പിന്നെ എലിയെ പിടിക്കാൻ വേണ്ടി മാത്രമല്ല അവർ വരുന്നത്, മറ്റുള്ള ജീവികൾ ആക്രമിക്കുമ്പോൾ, അതിപ്പോൾ കീരി ഇവനെ ഓട്ടിക്കുമ്പോൾ അവൻ ഓടി നമ്മളെ പറമ്പിലേക്ക് വരാം. അതുപോലെ നായ്ക്കൾ ഇവനെ വരട്ടുമ്പോൾ, എനിക്കറിയാം, ഞാൻ ഇടിഞ്ഞാറിലൊരു രാജവെമ്പാല പിടിക്കാൻ പോയപ്പോൾ 9 നായ്ക്കളുടെ രാജവെമ്പാല കടിച്ചു കൊന്ന ലൈവ് അന്നത്തെ റേഞ്ച് ഓഫീസർക്ക് എൻ്റെ വീഡിയോസ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. കടിച്ച് കീറിയ ലൈവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതി വന്ന് നമ്മുടെ വീടിനകത്ത് കയറി. ഇതൊരു അത്ഭുത സംഭവമായിട്ട് നമ്മൾ മാറ്റാതിരിക്കുക, വരുന്ന നമ്മളെ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുമാത്രമല്ല, ഈ ചപ്പ് ചവറിൽ കൂട്ടി വെക്കാറ് അനിൽജി പറഞ്ഞ പോലെ കല്ലൊക്കെ കൂട്ടിയിടുമ്പോൾ അതിനകത്ത് വന്നിരിക്കാം. പിന്നെ ഈ നവംബർ ഡിസംബർ ജനുവരി ഇണചേരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് സൈഡ് മതിലുകൾ കെട്ടുന്ന എല്ലാം പാറ കൊണ്ട് അടുക്കിയിട്ടാണ് കെട്ടുന്നത്. ആ അടുക്കിനകത്തൊക്കെ ഇവർ വന്നിരുന്നു കഴിഞ്ഞാൽ അവർ ഇണചേരുന്ന സമയമാണെങ്കിൽ ഇണചേർന്നതിനകത്ത് മുട്ടയിടാം. ആ മുട്ടയിട്ട് വിരിയുന്ന കുഞ്ഞുങ്ങൾ ആ പരിസരത്തേനും ഉണ്ടാവും. പിന്നെ നിങ്ങൾക്കറിയാം, ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പറമ്പുകളൊന്നും വൃത്തിയാക്കാറില്ല, അടുത്ത പറമ്പുകൾ വൃത്തിയാക്കാതില്ല. അപ്പോൾ അവിടെയൊക്കെ പാമ്പിൻ്റെ എണ്ണം കുറച്ച് കൂടിയിട്ടുണ്ട്. കൂടിയതുപോലെ തന്നെ കടിയുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. കടിയുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. ഈ വർഷം വളരെ കൂടുതൽ കടിയാണ് സംഭവിക്കുന്നത്. മരണവും കൂടിയിട്ടുണ്ട്. 40-നടുത്ത് മരണം ഈ വർഷത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10,000-ന് മുകളിൽ കടികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സൂക്ഷിക്കുക, പരിസരം സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ പ്രത്യേകതയുള്ളൂ. പിന്നെ നാട്ടിൽ വരുന്ന, ഇപ്പോൾ അരുൺജി പറഞ്ഞ പോലെ കായലിൻ്റെ തീരത്ത് പെരുമ്പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് പ്രളയം ഉണ്ടായിട്ട് എനിക്കറിയില്ല. ട്രിവാൻഡ്രത്ത് വെള്ളം കയറിയായിട്ടോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് പാമ്പിൻ്റെ എണ്ണം കുറഞ്ഞായിട്ടോ പറയുന്നത്, വെള്ളം കയറിയ ചിലപ്പോൾ ആലപ്പുഴ, കോട്ടയം ജില്ലകളിലൊക്കെ ചിലപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ചിലപ്പോൾ പാമ്പിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കാം, പെരുമ്പാമ്പിൻ്റെ എണ്ണം കൂടിയിരിക്കാം. മൂർഖൻ്റെ അണലിയുടെ ഒന്നും എണ്ണം കൂടാൻ പോകുന്നില്ല. കാരണം ഈ പെട്ടെന്ന് വെള്ളം വന്ന് അടിച്ച് കയറുമ്പോൾ വെള്ളത്തിനോടൊപ്പം വരുന്ന ചെളി ആ മാളത്തിനകത്ത് കയറുമ്പോൾ ആ മാളത്തിനകത്ത് ഇരുന്ന് പാമ്പുകൾ ചത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെരുമ്പാമ്പ് ചിലപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ഒഴുക്കിലൊക്കെ കാണാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ആ പിടിക്കുന്ന പെരുമ്പാമ്പ് നമുക്ക് കാണാം, ഒരു ഭക്ഷണം കഴിച്ചിട്ട് ചുറ്റി കിടക്കുന്ന പെരുമ്പാമ്പ്, ഭക്ഷണം തേടി വന്ന പെരുമ്പാമ്പ് ഭക്ഷണം പിടിച്ച് അമർത്തിയിട്ട് ആ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ അപ്പോൾ പെരുമ്പാമ്പിൻ്റെ എണ്ണം വർദ്ധിച്ച് കാണാം. ഈ ട്രിവാൻഡ്രത്ത് സംഭവിച്ച് ഒരിക്കലും ഒഴുക്കിലൊന്നും വന്ന പാമ്പുകളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ സാധാരണ ഇവിടെ പറമ്പുകളുടെ വേസ്റ്റിൻ്റെ എണ്ണം കൂടി, അല്ല വേസ്റ്റ് ഇടുന്ന ഡംപ് ചെയ്യുന്ന സ്ഥലം കൂടിയപ്പോൾ പറമ്പുകൾ വൃത്തിയാക്കാതിരുന്നപ്പോൾ റിയൽ എസ്റ്റേറ്റുകാർ മതിൽ കെട്ടി തിരിച്ച് വരുമ്പോൾ അതിനകത്തൊക്കെ കയറി ഇരുന്നിട്ടാണ് പ്രജനനം കൂടി കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടിയിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്കിപ്പോൾ ഇന്നും ഞാൻ ഒരു 4 കുഞ്ഞുങ്ങളെ പല വീട്ടിൽ നിന്ന് പിടികൂടി. ഇന്നലെ 9ഓളം കുഞ്ഞുങ്ങളെ പല വീട്ടിൽ നിന്ന് പിടികൂടി. ഈ വർഷം ഈ 6ാമത്തെ മാസം കൊണ്ട് ഏകദേശം 1000-ഓളം പാമ്പുകളെ, ഇപ്പോൾ രാജവെമ്പാല ഉൾപ്പെടെ, പെരുമ്പാമ്പ് ഉൾപ്പെടെ, നീർക്കോലി, മൂർഖൻ ഉൾപ്പെടെ എല്ലാം കൂടെ 1000-നടുത്ത് പാമ്പുകളെ ഈ വർഷത്തിൽ 6 മാസം കൊണ്ട്, ഇന്ന് വരെ ഈ 6 മാസം കൊണ്ട് എനിക്ക് പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നന്ദി. തുടരുക ശ്രീ വാവാ സുരേഷൊപ്പം ശ്രീ അരുൺലാൽ പ്രകാശ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ന്യൂസ് ഇവനിങ്ങിലേക്ക് തിരികെ. ശ്രീ വാവാ സുരേഷ്, താങ്കൾക്ക് 4:30 പോകണം, അതുകൊണ്ട് താങ്കളെ ആ സമയത്ത് നമ്മൾ വിടും. അതിന് മുൻപൊരു ചെറിയ കാര്യം കൂടി. ഇപ്പോൾ ഈ അടുത്തിടെ വന്നൊരു വാർത്തയുണ്ട്, ഒരു കൊമേഴ്സ് സൈറ്റ് വഴി ഓർഡർ ചെയ്ത ഒരു പാഴ്സലിൽ അതിനുള്ളിൽ ഒരു പാമ്പ് കയറി കൂടിയത് നമ്മൾ വീഡിയോയിലൂടെ കണ്ടതാണ്. അത് വലിയ വിവാദമായതൊക്കെയാണ്. ആ നിലയ്ക്ക് അത്തരത്തിലൊരു പാമ്പ് അതിൽ വന്ന ഒരു സാഹചര്യം എങ്ങനെയായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത് ശ്രീ വാവാ സുരേഷ്? ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അറിവിൽ ഇനി വലിയ പണ്ഡിതന്മാർ നമ്മുടെ ഭൂമിയിലുണ്ട്, പക്ഷേ എൻ്റെ അറിവിൽ, എൻ്റെ ഈ 35 വർഷം എക്സ്പീരിയൻസിനിടയിൽ ഈ ചെറിയ സെലോ ടേപ്പിനകത്തോ അല്ലെങ്കിൽ ആ ഒരു കവറിനകത്തോ ഒരിക്കലും സ്വാഭാവികമായിട്ടൊരു പാമ്പിരുന്ന് വരാൻ സാധ്യതയില്ല. അതുമാത്രമല്ല, ആ പാമ്പ് ചെറിയ സെലോ ടേപ്പിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ ചുവർപ്പാമ്പിൻ്റെ കുഞ്ഞോ അല്ലെങ്കിൽ നീർക്കോലിയുടെ കുഞ്ഞോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയത്തായാലും ഒട്ടിയിരുന്നു എന്നില്ല. അതായത് മറ്റേ നമ്മുടെ എലിയെ പിടിക്കാനൊക്കെ വെക്കുന്ന പശ പോലെ ഉള്ള സാധനമല്ല സെലോ ടേപ്പുകൾ. പിന്നെ അകത്തൊരു കവറിനകത്താണ് അത് ഒട്ടിയിരുന്നു എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതിനും എനിക്കറിയാം, ഒരു പാഴ്സൽ നമ്മൾ അയക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ അവർ നമ്മളെ മുന്നിൽ വെച്ച് തന്നെ അത് പാക്കാക്കി അതിനകത്ത് കാർഡ്ബോർഡിനകത്താക്കി ഒട്ടിച്ച് നല്ല സീൽ ചെയ്ത് അതിനകത്ത് ഒരിക്കലും തള്ളി കയറാനായിട്ട് സാധ്യതയില്ലാത്ത രീതിയിലാണ് നമ്മളത് പാഴ്സൽ അയക്കുന്നത്. അപ്പോൾ ആ പാഴ്സലിനകത്ത് ഇരുന്ന് വന്നു എന്നാണ് പറയുന്നത്. അതിന് യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. ഞാൻ പണ്ഡിതനൊന്നും അല്ല, എന്നാൽ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ അതിനിടയ്ക്ക് അത്രയും സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് വരുന്നതിനിടയിൽ അത് ഒട്ടി അതിനകത്ത് തള്ളി കയറാനായിട്ട് ഒരു ഹോള് പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. അതിനകത്തൊരു ഹോളെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് കയറുമെന്ന് നമുക്ക് പറയാം. ഇത് നല്ല സീൽ ചെയ്തതിനകത്താണ്ടിരിക്കുന്നത്. 2 കാര്യങ്ങൾ നമുക്ക് സംശയിക്കാം. ഒന്ന്, നമുക്ക് വേണമെങ്കിൽ അത് കമ്പനിക്ക് പണി കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അത് പണി കൊടുക്കാനോ ചെയ്യുന്ന ആൾക്ക്. ഇപ്പോൾ നമുക്കറിയാം, ഒത്തിരി വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, ഇതിപ്പോൾ കേരളത്തിലല്ല, കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരോ മറ്റാണ് നടന്നിരിക്കുന്നത്.
അപ്പോൾ വെളിയിലോട്ടൊക്കെ പോയി ചിലപ്പോൾ എന്താ പറയുക, ഇത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാവാം. അങ്ങനെ ചിലപ്പോൾ വീട്ടുകാരോടും അല്ലെങ്കിൽ ആ പാമ്പിനെ പിടിക്കുന്ന ആരെങ്കിലും അതിനകത്ത് എൻ്റെ അടുത്തുണ്ടെങ്കിൽ അവർ കൂടി ചേർന്നുകൊണ്ട് അത് വീഡിയോ ചെയ്തതാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അറിവ് വെച്ചാണ്, അല്ലാതെ ഞാനൊരു എന്താ പറയുക, പുള്ളി പറഞ്ഞ പോലെ ഡോക്ടറേറ്റുള്ള ആളോ അല്ലെങ്കിൽ മറ്റ് വിദേശികളുണ്ടാക്കിയ ബുക്കുകളൊന്നും വായിച്ചിട്ട് അറിവ് നേടുന്ന ഒരാളൊന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിനിടയിൽ കിട്ടിയ കാര്യങ്ങൾ വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അത് ഒരിക്കലും അത് സ്വാഭാവികമായിട്ട് ആ കവറിനകത്ത് ഒരു പാക്ക് ഒട്ടിച്ചതിന് ശേഷം അതിനകത്ത് പാമ്പ് കയറാനായിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ്. നന്ദി ശ്രീ വാവ സുരേഷ്, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന്, പ്രതികരണം അറിയിച്ചതിന്. ശ്രീ അരുൺലാൽ പ്രകാശിലേക്കാണ്. ശ്രീ അരുൺലാൽ പ്രകാശ്, താങ്കൾ നേരത്തെ ഒന്ന് കൈ ഉയർത്തിയിരുന്നു. താങ്കൾക്ക് ശ്രീ വാവ സുരേഷ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പ്രതികരണമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുകൂടി കേട്ടതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. പറഞ്ഞോളൂ ശ്രീ അരുൺലാൽ പ്രകാശ്. അതായത് സുരേഷ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു വിരോധത്തിന്റെ പേരിൽ ടാർഗറ്റ് ചെയ്തെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. ഈ പണ്ഡിതനല്ല പറയുന്നത്. ഇപ്പൊ സർപ്പ വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞത് ഓരോരുത്തരെയും അവിടെ സർപ്പ വളണ്ടിയേഴ്സ് എന്റെ അറിവിലും ഞാൻ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും സർപ്പ വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ വളണ്ടിയേഴ്സ് എന്നാണ് അതിൽ പറയുന്നത് അല്ലെ. അവിടെ വനംവകുപ്പില് എന്താ പറയാ, ആളുകളിൽ നിന്ന് പൈസ പിരിച്ചിട്ട് ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ആളുകളായിട്ടൊന്നും ആരും വനംവകുപ്പിൽ എടുത്തിട്ടില്ല. ഇത് വളണ്ടിയേഴ്സ് ആണ്. പിന്നെ ആ വളണ്ടിയേഴ്സ് പണം പിരിച്ചു വാങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ പണം ഒന്നും ഇല്ലാതെ സൗജന്യ സേവനം ചെയ്യാമെന്നാണ് വനംവകുപ്പ് കൊടുക്കുന്നത്. കള്ളനാണയങ്ങൾ എല്ലാത്തിലും ഉണ്ടാവും. നേരത്തെ സുരേഷ് പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതിനകത്ത് ഒത്തിരി ആളുകളുടെ, നിങ്ങൾ വനംവകുപ്പിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ, മാൽ പ്രാക്ടീസ് അങ്ങനെയുള്ള ഈ പണം വാങ്ങൽ തരത്തിലുള്ള കാര്യങ്ങളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒത്തിരി ആളുകളെ നമുക്ക് ആ ലിസ്റ്റിൽ കാണാൻ പറ്റും. ഇപ്പൊ പൈസ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും അറിഞ്ഞിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ട് ഇതിന്റെ നോഡൽ ഓഫീസർ ശ്രീ അൻവർ സാറാണ്, SC അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ്. ഇദ്ദേഹത്തിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ നടപടി ഉണ്ടാവും. കാരണം എല്ലാത്തിലും ഉണ്ടാവും. പിന്നെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പറയുന്നു പറഞ്ഞാൽ ഇതിലധികവും സാറ് പഴയ സാധാരണക്കാരായിട്ടുള്ള നാടുകളിലൊക്കെ പാമ്പുകളെ പിടിച്ചിട്ട് ഇങ്ങനെയുള്ള സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആളുകളാണ് ലൈസൻസ് എടുക്കുന്നത്. അപ്പൊ ഇവർക്ക് പാമ്പുകളുടെ വിഷയത്തെ കുറിച്ച് ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവാം. ഇപ്പൊ സുരേഷ് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ഒരിക്കലും എന്റെ ഒരു അറിവില് സർപ്പ വളണ്ടിയേഴ്സ്, ഞാൻ ഉറപ്പിച്ച് പറയാം, കേരളത്തിൽ തന്നെ ഒരു സർപ്പ വളണ്ടിയേഴ്സും ഈ അണലി വിഭാഗത്തിൽപ്പെട്ടുള്ള ബിഗ് ഫോറിൽ പെട്ടിട്ടുള്ള ചുരുട്ട മണ്ഡലി എന്ന് പറയുന്ന ഒരു സാധനമാണ്, സോസ്കെയിൽഡ് വൈപ്പർ. ഇത് കടിച്ചു കഴിഞ്ഞാല് ഉള്ളിയും മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ അരച്ചിട്ട് തേച്ചാൽ മതി എന്ന് സുരേഷ് പറഞ്ഞ പോലെ ലോകത്താരും പറയില്ല. ബിഗ് ഫോറിൽ പെട്ടിട്ടുള്ള പാമ്പാണത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഒരു പാമ്പിനെ ബാൻഡഡ് ക്രേറ്റിന് കിട്ടിയിട്ട് അതിന്റെ വാലിന് എന്തോ മുറിവ് പറ്റിയിട്ട് ഉണങ്ങിയതാണ്. കാരണം ബാൻഡഡ് ക്രേറ്റിന്റെ ഐഡന്റിറ്റിയാണ്, അതിന്റെ വാല് അങ്ങനെയാണ്. ഇത് പറയില്ല, രാജവെമ്പാല 180 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു പാമ്പാണ് എന്ന് പറയും. ഇതിന്റെയൊക്കെ വീഡിയോ ക്ലിപ്സ് ഉണ്ട്. ഇത്രയും ഒന്നും ബ്ലണ്ടേഴ്സ് ഒന്നും എനിക്ക് തോന്നുന്നില്ല സർപ്പ വളണ്ടിയേഴ്സ്മാർ അടിച്ചിട്ടുണ്ടാവും. ഈ പണ്ഡിതനല്ല പണ്ഡിതനെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പ്രകാശ്, താങ്കൾ വിഷയത്തിലേക്ക് വരൂ. നമുക്ക് വ്യക്തിപരമായി പോകണ്ടല്ലോ, അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഞാൻ പറയുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ എന്റെ വിഷയം അത് തന്നെയാണ്. അതായത് ഒരിക്കലും നിങ്ങൾ വേറെ അതിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളുകളെ ടാർഗറ്റ് ചെയ്ത് കളിയാക്കാതിരിക്കാൻ ശ്രമിക്കുക. അവനവൻ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത് കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് പോവുക. ഞാൻ ഉറപ്പിച്ച് പറയുന്നത് സർപ്പ വളണ്ടിയേഴ്സിൽ എനിക്കത് ഉറപ്പിച്ച് പറയാൻ വെച്ചാൽ ഇതിന്റെ നോഡൽ ഓഫീസർ എല്ലായിട്ട് നമ്മൾ വളരെ നല്ല കോൺടാക്ട് ഉള്ളതാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ പണം വാങ്ങുന്നവരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ തന്നെ പറഞ്ഞിട്ടും പേഴ്സണലി പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ അത് വ്യക്തമായിട്ട് ഈ ഫോറസ്റ്റിന്റെ ആളുകളും അല്ലെങ്കിൽ ഈ സ്നേക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ട് ഇത് ക്ലിയർ ചെയ്ത് ഇനി മുതൽ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ തന്നെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരികയാണല്ലോ. അങ്ങനെ ചില ചെറിയ ആളുകൾ പറയുന്ന തെറ്റുകൾ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത്ര വലിയ വിഷയമാക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ശരി, അതിൽ ബോധവൽക്കരണം ഒരു ഭാഗത്തെ തരത്തിൽ നടക്കുന്നുണ്ട് എന്ന് കൂടിയാണ് താങ്കൾ പറഞ്ഞ. വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുന്ന വിഷയത്തിൽ നിന്ന് കൂടി വിശദീകരിക്കുന്നുണ്ട്. ജനങ്ങൾ ബോധവാന്മാരായി തുടരുക ഈ വിഷയത്തിൽ എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ചത്. നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ അരുൺലാൽ പ്രകാശ്, സ്നേക്സ് ആൻഡ് വൈൽഡ് ആനിമൽസ് റെസ്ക്യൂ അസോസിയേഷൻ പ്രതിനിധി. നമ്മൾ ഇനി വാർത്തകളിലേക്ക് പോകും, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.